ഹായ്. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പുതിയൊരു ആപ്പുമായിട്ട് വരുന്നുണ്ട്. പുതിയൊരു ആപ്പുമായിട്ട് പൊളപ്പൻ ആപ്പാണ്. ആ ആപ്പിൻ്റെ പേരാണ് ഓം റെയിൽ സൂപ്പർ ആപ്പ്. എന്താ ചിരിക്കുന്നത്? എടാ ഓം റെയിലല്ലടാ, ജയശ്രീറാം ആപ്പ്. എടാ പൊട്ട, സ്വാറയിൽ സൂപ്പർ ആപ്പ്. ശരിയാ, സോറി, ഓം റെയിലല്ല, സ്വാ റെയിൽ സൂപ്പർ ആപ്പ്. ഇങ്ങനെ ചിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രിസ്സാണ്. ക്രിസ് എന്ന് വെച്ചാൽ സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ആപ്പ് ആക്ട് ചെയ്യുന്നത് വൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ടാണ്. പൊടിയിട്ടിയ എന്തേ മനസ്സിലായ? വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റെയിൽവേക്ക് ഇപ്പം തന്നെ കുറേ ആപ്പുകളുണ്ട്, നിങ്ങൾക്കറിയാലോ, കുറേ ആപ്പുകൾ റെയിൽവേക്ക് ഉണ്ട്. ഈ ആപ്പുകളെല്ലാം ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതാണ് ഈ ആപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് അവരുദ്ദേശിക്കുന്നത്. അഥവാ അവരുടെ എല്ലാ ആപ്പുകളും ഒരു ആപ്പിലേക്ക് ചുരുങ്ങാൻ പോകുന്നു. അതെ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സിംഗിൾ പ്ലാറ്റ്ഫോമായിട്ട് മാറാൻ പോകുന്നു. അതെ, ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പം നേരമ്പോഴേക്ക് ഇത്രയും കാലം ഒരിക്കൽ ബോധം ഉണ്ടായിട്ടില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനും പ്ലാറ്റ്ഫോം ബുക്ക് ചെയ്യാനും PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും ഫുഡ് ഓർഡർ ചെയ്യാനും അതേപോലെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനും റെയിൽ മാഡ്രിഡ് എടുക്കാനും. റെയിൽ മാഡ്രിഡ് അല്ലടാ, മാഞ്ചസ്റ്റർ സിറ്റി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടക്കി സംസാരിക്കരുത്. എടാ റെയിൽ മാഡ്രിഡ് അല്ലാണ്ട് റെയിൽ മാഡ്രിഡ് അല്ല. എനിക്കറിയാം. അതാ ഇപ്പൊ കേട്ടെ. സോറി, റെയിൽ മാഡ്രിഡ് അല്ല, റെയിൽ മാഡഡ്. ഓക്കെ, അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പോർട്ടലാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ റെയിൽവേ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ മൂവ്മെൻറ്റും സ്കെഡ്യൂൾ അറിയാനും പല ആപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കടന്നുവരവോടുകൂടി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നെ എല്ലാം ചെയ്യാം. നല്ലതല്ലേ? പിന്നെ ഇതിൻ്റെ ഫീച്ചറാണ് സിംഗിൾ സൈൻ ഓൺ ഫങ്ഷനാലിറ്റി. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. സിംഗിൾ സൈൻ ഓൺ ഫങ്ഷനാലിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ക്രെഡൻഷ്യൽ മതി. ഒരു ക്രെഡൻഷ്യൽ വെച്ച് നമുക്ക് ബാക്കിയുള്ള ആപ്പുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അഥവാ ഇന്ത്യൻ റെയിൽവേയുടെ ബാക്കിയുള്ള ആപ്പുകളൊക്കെ ഈ ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ IRTC. IRTC അല്ല, KSRTC. എന്താടാ? IRCTC. ശരിയാ, അതെ, IRCTC, അതേപോലെ റെയിൽ കണക്ട്, പിന്നെ നമ്മുടെ BTS ആപ്പ്. BTS അല്ല, പൊട്ട, UTS ആപ്പ്. ഓ, വലിയ കാര്യമൊന്നുമില്ല, സോറി കേട്ടാ. IRCTC, അതേപോലെ പിന്നെ നമ്മളെ UTS ആപ്പ്. ഇവയിലൊക്കെ നമുക്ക് ഈ ആപ്പിൻ്റെ ക്രെഡൻഷ്യൽ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഫീച്ചറും കൂടി. പിന്നെ ഇതിൻ്റെ ഫീച്ചറാണ് സേഫ്റ്റി ഫീച്ചർ. സേഫ്റ്റി ഫീച്ചർ എന്ന് വെച്ചാൽ എല്ലാ ആപ്പിലുള്ളത് പോലെ തന്നെ MPIN വരുന്നുണ്ട്, അതേപോലെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷനും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടുമാണ് സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പം നമുക്ക് പോയിട്ട് വേഗം ഇൻസ്റ്റാൾ ചെയ്യാം, പുതിയ ആപ്പ് വന്നല്ലോ, ഇതായല്ലോ, അങ്ങനെയല്ലോ എന്നൊരു കൊളുത്തുണ്ട് മക്കളെ. ഇതുവരെ ഇത് ഇറങ്ങിയിട്ടില്ല, റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിപ്പം ബീറ്റ സ്റ്റാറ്റസിലാണുള്ളത്. ബീറ്റ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ iOSലേക്കോ ഒരു സോഫ്റ്റ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം അത് ബീറ്റ സ്റ്റാറ്റസിലാണ്. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ പബ്ലിക്കിലേക്ക് വരണം സോഫ്റ്റ്വെയർ. അതിന് മുമ്പ് ഉള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതുള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയിട്ടുണ്ടാവും, ബട്ട് അതിൽ കണ്ടെയ്ൻസ് സം ബഗ്സ്, അഥവാ കുറേ ബഗ്സ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവർ നമ്മളെ ഇതൊക്കെ ചെക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ ലബോറട്ടറിയിൽ ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതൊരു ടെസ്റ്റ് ചെയ്യാൻ ഒരു എന്തെങ്കിലും ജീൻ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറക്കും. അതേപോലെ തന്നെയാണ് സോഫ്റ്റ്വെയറും. അതൊരു ബീറ്റ സ്റ്റാറ്റസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിടും. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് നല്ലതാണെങ്കിൽ ഓക്കെ ആയാൽ എന്നിട്ട് അത് നമ്മുടെ പബ്ലിക്കിന് റിലീസ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം, ഇപ്പോൾ ബീറ്റ സ്റ്റാറ്റസിലാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ ആപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഓം റെയിൽ ആപ്പ്, സോറി, സ്വാ റെയിൽ സൂപ്പർ ആപ്പ് എന്നാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ബിന്നിൻ്റെയും അല്ലടാ ആപ്പ് വന്നിട്ട് ആഘോഷിക്കട്ടല്ലേ? പിന്നല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോ.